എല്ലാവരും കുഞ്ഞു ക്ലാസ് മുതൽ ഇപ്പോൾ ഉള്ള ഒരു പ്രായം വരെയും പല ആളുകൾക്കും സമ്മാനം കൊടുത്തിട്ടുണ്ട്. അത് പല സന്ദർഭങ്ങളായിരിക്കും അല്ലേ. മിക്കവാറും ഒരു സമ്മാനം കൊടുക്കുന്ന ടൈമെന്ന് പറയുന്നത് ഈ കോമൺ ആയിട്ട് പറയുകയാണെങ്കിൽ ക്രിസ്മസ്. ആ ഒരു ടൈമിൽ ക്രിസ്മസ് ഫ്രണ്ട്. പണ്ട് കാലത്ത് അങ്ങനെയൊന്നും ഇല്ല. ആ സമയത്ത് പണ്ട് കാലത്തെന്ന് പറഞ്ഞാൽ കാർഡ് അയക്കുക എന്നുള്ളതാണ്. ക്രിസ്മസിൻ്റെ ന്യൂ ഇയറിൻ്റെയും കാർഡ്, അതുപോലെ തന്നെ ഓണത്തിന് ആ കാർഡ്, ഓണാശംസകളുടെ കാർഡ്. ഇപ്പോഴെന്താണ് ഏറ്റവും കൂടുതൽ ഗിഫ്റ്റുകൾ കൊടുക്കുന്ന സമയം എന്താണെന്ന് വെച്ചാൽ ക്രിസ്മസ് ടൈമാണ്. പിന്നീട് കൂട്ടുകാരുടെയൊക്കെ ബർത്ത്ഡേ വരുമ്പോൾ അല്ലേ. അപ്പം പിന്നെ വെഡ്ഡിങ് ആനിവേഴ്സറി അല്ലേ. അങ്ങനെ ഉള്ള ഓരോ സാഹചര്യങ്ങൾ നമ്മൾ ഒരുപാട് പേർക്ക് ഗിഫ്റ്റ് കൊടുക്കാറുണ്ട് അല്ലേ. അപ്പം ആ ഒരു പ്രത്യേക ദിവസത്തെ ഓർമ്മിപ്പിച്ചുകൊണ്ടായിരിക്കും നമ്മൾ ഗിഫ്റ്റ് കൊടുക്കുന്നത്. ചിലരെന്തായിരിക്കും കറക്റ്റായിട്ട് ആർക്കാണോ ഗിഫ്റ്റ് കൊടുക്കുന്ന അയാളുടെ മനസ്സിനെ അറിഞ്ഞുകൊണ്ട് മനസ്സിലാക്കിക്കൊണ്ട് ഗിഫ്റ്റ് കൊടുക്കുന്ന ആളുകളുണ്ട്. ചിലരുണ്ട് ഇത് കുട്ടികളാണെന്നുണ്ടെങ്കിൽ ആ കുട്ടികൾക്ക് എന്താണോ യഥാർത്ഥത്തിൽ ആ പ്രായത്തിന് ആവശ്യം അത് തന്നെ വാങ്ങിച്ചു കൊടുക്കുന്നവരുണ്ട്. എനിക്കറിയാം, 1-2 അനുഭവങ്ങളുണ്ടായിട്ടുണ്ട് അങ്ങനെ കൊടുക്കുന്നത്. എനിക്ക് കിട്ടിയിട്ടല്ല, മറ്റുള്ളവർ കൊടുക്കുന്നത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഗിഫ്റ്റ് എന്നൊക്കെ പറയുമ്പോൾ ഞാനിങ്ങനെ കാണും, ഇതാരും വാങ്ങിച്ചു തന്നാ, അപ്പം ചോദിക്കും, പറയും ഇന്നാൾ. അപ്പം നമുക്കത് മനസ്സിലാവും, ആ ഗിഫ്റ്റ് കാണുമ്പോഴറിയാം അത് അവർക്ക് ആവശ്യമുള്ള. കുട്ടികളെ സംബന്ധിച്ച് പഠിക്കുന്നവർക്ക് ഏറ്റവും കൂടുതൽ ഉപകാരപ്പെടുന്ന എന്താണ്? പേന, പെൻസില്, ബുക്ക്, ഇൻസ്ട്രുമെൻറ്റ് ബോക്സ് അല്ലേ, അല്ലെങ്കിൽ ലഞ്ച് ബോക്സ്. ഇതൊക്കെ പിന്നെ ബാഗോ കുടയോ ചപ്പൽസോ. അപ്പം അത് ഓരോരുത്തരുടെ മൈൻഡിനനുസരിച്ചാണ്. ഡ്രസ്സ് എടുത്ത് കൊടുക്കുന്നവരും ഉണ്ട് അല്ലേ. അപ്പം നമുക്ക് എത്ര വിലപിടിപ്പുള്ള ഗിഫ്റ്റ് കൊടുക്കണമെന്ന് നമുക്ക് തീരുമാനിക്കാം. അപ്പം അങ്ങനെ വിലപിടിപ്പുള്ള ഗിഫ്റ്റ് മേടിക്കാൻ പണമില്ലാത്തവരെന്താണ്, നന്നായിട്ട് ആലോചിക്കുക. കുറച്ച് തുക കൊണ്ട് എത്ര നല്ല ഗിഫ്റ്റ് വാങ്ങിക്കാൻ പറ്റും. ആ ഗിഫ്റ്റ് ഞാൻ കൊടുത്തു കഴിഞ്ഞാൽ വെറുതെ ഒരു ഷോക്കേസിൽ വെക്കാനേ ഉള്ളതാണോ, അത് അവർക്ക് ഏതെങ്കിലും രീതിയിൽ പ്രയോജനപ്പെടുമോ എന്നൊക്കെ ചിന്തിക്കണം. ഇപ്പം പണ്ട് കാലത്ത് വിവാഹത്തിനൊക്കെ വിവാഹ സമയത്ത് പെണ്ണിൻ്റെ ഫ്രണ്ട്സും ബന്ധുക്കളൊക്കെ ഈ പെണ്ണിൻ്റെ ആളുകൾ കൂടുതൽ ഗിഫ്റ്റ് കിട്ടുന്നതാണ് പാത്രങ്ങളൊക്കെയാണ്. എന്തുകൊണ്ടാണ്? അവർക്കതൊക്കെ പിന്നീട് ഉപയോഗിക്കാം. പിന്നീടൊക്കെ ഈ പാത്രമൊക്കെ കൊണ്ടുപോകുന്ന ഒരു മടിയായിട്ട് തോന്നിയിട്ട് വേറെ എന്തൊക്കെയോ ഓരോ ഗിഫ്റ്റുകളാണ് കൊടുക്കുക അല്ലേ. അതിങ്ങനെ ചിലപ്പോൾ ചിലരൊക്കെ എടുത്തുകൊണ്ട് പോകും, ബന്ധുക്കളൊക്കെ കുറേയൊക്കെ എടുത്തുകൊണ്ട് പോകും. പാത്രങ്ങളൊക്കെ ആകുമ്പോഴെന്താണ്, അതും എന്നും ഉപയോഗിക്കാം, മോശമാകുന്നിടം വരെ നമുക്കത് ഉപയോഗിക്കാം. ഇതാരെ തന്നതെന്ന് ചിലർ അതിൽ പേരൊക്കെ എഴുതി വയ്ക്കും, അത് പ്രസൻറ്റ് ചെയ്ത ഇന്ന ആളാണ്. അതൊക്കെ എടുക്കുമ്പോൾ ഇത് ഇന്ന ആൾ തന്നെയാണ്. എനിക്കാണെങ്കിലും ഗിഫ്റ്റ് കിട്ടിയാൽ പാത്രങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് പേരെഴുതി വെക്കുന്നത് കൊണ്ട് ഞാനപ്പം മനസ്സിലോർക്കും ഇത് ഇന്ന ആൾ തന്നതാണ് അങ്ങനെ. അപ്പം നമുക്കൊരാൾക്ക് ഗിഫ്റ്റ് കൊടുക്കുമ്പോൾ അത് അവർക്ക് ഏറ്റവും കൂടുതൽ പ്രയോജനം ചെയ്യുന്ന തരത്തിലുള്ള ഗിഫ്റ്റുകൾ, അതായത് സമ്മാനങ്ങൾ കൊടുക്കുവാൻ. അത് പ്രായത്തിന് അനുസരിച്ചുള്ളവയാണെങ്കിൽ ഏറ്റവും നന്ന്. ഒരു 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി അവളുടെ പരീക്ഷ കഴിഞ്ഞു, നല്ല മാർക്ക് വാങ്ങിച്ചു, ഉടനെ അവനൊരു വാങ്ങിച്ചു കൊടുക്കുന്നത് മിക്കവാറും പേരെ ആവശ്യപ്പെടുന്നത്, എനിക്ക് നല്ലൊരു ഫോൺ. അതിൻ്റെ ആവശ്യം അവർക്കുണ്ടോ ആ പ്രായത്തിൽ? ഒരിക്കലുമില്ല. ഇപ്പം നിർബന്ധിച്ച് വാങ്ങിച്ചാൽ പോലും ഫുൾ ടൈം അവരെ ഏൽപ്പിക്കല്, അതവരെങ്ങനെയെങ്കിലുമൊക്കെ സാധിച്ചെടുക്കും. അങ്ങനെ വാങ്ങിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവർ ആദ്യം വലിയ കണ്ടീഷൻ വയ്ക്കും, കുറച്ച് നേരം ഒന്ന് നോക്കാൻ മാത്രമേ തരത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര കണ്ടീഷനൊക്കെ വെച്ചിട്ടാണ് അച്ഛനും അമ്മയും ചിലപ്പം നിർബന്ധത്തിന് വാങ്ങിക്കൊടുക്കും. പക്ഷേ എന്താ സംഭവിക്കുക? ഈ മക്കൾക്ക് എങ്ങനെയാണ് അച്ഛനെയും അമ്മയുടെ മനസ്സ് മാറ്റേണ്ടത് നന്നായിട്ടറിയാം. അവർ അതും ഇതും കാര്യങ്ങളൊക്കെ പറഞ്ഞ് നിങ്ങളുടെ കയ്യിൽ നിന്ന് അതും വാങ്ങിക്കൊണ്ട് പോകും. അവരത് ഫുൾ ടൈം ഉപയോഗിക്കുക തന്നെ ചെയ്യും. അതുകൊണ്ട് എന്ത് ചെയ്യും? അടുത്ത പരീക്ഷയ്ക്ക് ചിലപ്പോൾ മാർക്ക് നന്നായിട്ട് കുറയും, ഇല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ജീവിതത്തിൽ പ്രശ്നങ്ങളുണ്ടാക്കും. അവരുടെ മുന്നോട്ടുള്ള ജീവിതത്തിൽ ചിലപ്പോൾ ഈ ഫോൺ വളരെയധികം പ്രശ്നമുണ്ടാക്കും. അതുകൊണ്ട് എപ്പോഴും നമ്മൾ ഈ ഒരു ഗിഫ്റ്റ് വാങ്ങിച്ചു കൊടുക്കുമ്പോൾ അവർക്ക് ഏറ്റവും നന്നായിട്ട് പ്രയോജനം ചെയ്യുന്ന രീതിയിലുള്ള സമ്മാനങ്ങൾ വേണം വാങ്ങിച്ചു കൊടുക്കാൻ. അത് അവരുടെ പ്രായത്തിനനുസരിച്ചുള്ള സമ്മാനങ്ങളും വേണം. ശരിയല്ലേ?